എന്റെ അമ്മേ. പുറപ്പെട്ടു. എന്തേത്? പുറപ്പെട്ടു. ഹലോ എന്തോ ഹലോ, എന്നെ വിളിച്ചാ? മനുഷ്യനെ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കൂലേ? ഞാൻ ടെസ്റ്റ് ചെയ്യാം നോട്ടെ. നിനക്കേ വെച്ചിട്ടുണ്ടോ പട്ടി? അല്ല ഓൾ ഇന്ത്യ റേഡിയോ. പിടിച്ചേ തന്റെ കോപ്പി ജോലി. നിന്റെ ശബ്ദം എന്താടാ? ഒന്ന് അനൗൺസ് ചെയ്തേ. നീ ചാ പോടാ. ആ പ്രിയമുള്ളവരെ, രാമഗിരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എലിപ്പനി പ്രതിരോധന നിർമ്മാണം. കഴുത്തെ കയറ് കെട്ടിയാ ഇവനൊക്കെ സൗണ്ട് ചെക്ക് ചെയ്യുന്നത്. ഒരു കോപ്പിലെ സൗണ്ട് എഞ്ചിനീയർ, എന്നിട്ട് കൊളാമ്പി കുറ്റവും. ഇല്ല, ഫോൺ ബിൽ അടയ്ക്കാൻ ടൗണിൽ പോയിരിക്കാം. കുഞ്ഞിന്റെ ആരാ കുട്ടി? നാണിക്കണ്ട, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതിരിക്കട്ടെ, എന്നാ കല്യാണം? പറയൂതേ, ബാബ കേൾക്കട്ടെ. അത് ആരടാ ഈ കൽക്കട്ട മാമൻ? എന്താണ് നിനക്ക് വേണ്ടത്? അല്ല, കുഞ്ഞേട്ടൻ വന്നോ? ഞാനിപ്പോ വന്നുള്ളു ചെമ്പകം. ആരെയാള്? എന്താണ് നിനക്ക് അറിയേണ്ടത്? അല്ല, കല്യാണം എന്നാന്ന് ചോദിച്ചതാ കുഞ്ഞാ. കല്യാണം ചിങ്ങത്തും ഉണ്ടാവും. എന്താടാ മാമനൊരു എതിർപ്പുണ്ടോ? ചോദിച്ചെന്നല്ലേ ഉള്ളൂ, അതിനെന്തിനെങ്ങനെ ചൂടാവണേ? ഞാൻ ചൂടാവൂടാ, നിനക്ക് അറിയണോടാ? അമ്മേ അമ്മേ, അയ്യോ, കുഞ്ഞേട്ടാ, നല്ലല്ലേ? കുഞ്ഞേട്ടാ വേണ്ട. ഓടടാ, ഞാൻ പോയിക്കോളാമേ. അയ്യോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ തല്ലാൻ തുടങ്ങിയാൽ എങ്ങനെ കുഞ്ഞേട്ടാ? എന്ത് ചെയ്യാനാ ചെമ്പകം? എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തെങ്കിലേ കൈക്കും കാലിനൊക്കെ ഒരു ആയാസം ഉണ്ടാവുള്ളൂ എന്ന് കരുതി ചെമ്പകത്തിന് ഞാൻ തല്ലൊന്നുമില്ല കേട്ടോ. ആ, ചിങ്ങം പറഞ്ഞാ കല്യാണം നടത്തണം. അയാളോട് പറഞ്ഞും പോയി ഇല്ലേ? പിന്നെ ചെമ്പകം, നാളെ ഗവൺമെന്റ് സ്കൂളിൽ ഹാളിൽ നടക്കുന്ന എലിപ്പനി നിർമ്മാർജ്ജന ക്യാമ്പിലേക്കും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിലേക്കും ഇന്നാട്ടിലെ എല്ലാ അന്ധന്മാരെയും അന്ധികളെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളേവരെയും ചെമ്പകം കേട്ടോ? നമുക്കൊന്ന് നോക്കിയാലോ? ജന്മനാ ഉള്ള ഇരുട്ടല്ലേ, ഇനി ഇതിൽ വെളിച്ചമുണ്ടാവും തോന്നുന്നില്ല. പറഞ്ഞു കേട്ടിട്ടില്ല, ഈ ഭൂമിയിലെ നിറങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. ഓ, ആര് പറഞ്ഞു? ചിലപ്പോ ഒരു ഡോക്ടർ ഒരു ലെൻസ് വെച്ചാ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടാവൂ. എന്തായാലും സൗജന്യമല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു ഓപ്പറേഷൻ വേണം. ഏതായാലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. നാളെ ഈ ചീട്ടുമായി ഹോസ്പിറ്റലിൽ വന്നാൽ മതി. ഓ, കമലഹാസൻ കൂനനായിട്ട് അഭിനയിക്കുന്നു. ഇവനൊക്കെ മര്യാദ നടന്നാ പോരെ, എന്തിന്റെ കേടാ? ഡോക്ടർ എന്താ പറഞ്ഞേ കുഞ്ഞാ? ചികിത്സാ ക്യാമ്പിൽ പരിശോധിച്ചവരുടെ കൂട്ടത്തില് 2 പേര് ഓപ്പറേഷൻ എടുത്തിട്ടുണ്ട്. അതിലൊന്നും ചെമ്പക. അല്ലാ, ഓപ്പറേഷനാ? അയ്യോ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഇയാളുടെ കണ്ണെടുത്ത് കളഞ്ഞ് അവിടെ വേറെ ആളുടെ കണ്ണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ച കിട്ടുന്ന ഡോക്ടർ പറഞ്ഞത്. അതിന്റെ സന്തോഷത്തിലാ ഇപ്പൊ ഇയാള്. ഇവിടെ ആശുപത്രിയില് അധികം കാശൊക്കെ ചെലവാകൂ? ഓ, സൗജന്യ ചികിത്സാ ക്യാമ്പെന്നൊക്കെ പറച്ചില്. പക്ഷെ ഓപ്പറേഷന്റെ പകുതി പണം നമ്മൾ കൊടുക്കേണ്ടി വരും. ആ, അതിനൊക്കെ മാർഗം ഉണ്ടാവും. അല്ല കുഞ്ഞാ, നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് വെറുതെ തല ഉണ്ടാക്കണ്ട. ഞാൻ പോയി ബൂത്ത് തുറക്കട്ടെ. ഇനി അങ്ങനെ കച്ചവടം കളയാൻ പറ്റില്ലേ? ഞാൻ ഇൻകം ഫ്രീ അല്ല, നിർത്താ, ഫുൾ ഔട്ട് ഗോയിങ് ആക്കുക. ചെമ്പകം, ഞാൻ പോയിട്ട് വരാം കേട്ടോ. വെറുതെ ഇരിക്കുമ്പോ പുസ്തകം എടുത്ത് മറിച്ചു നോക്ക്. കാഴ്ച കിട്ടുമ്പോ വായിക്കട്ടല്ലേ ഉമ്മ? എന്താ സാർ,
അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത്? ഫോണിൽ കൂടി തന്നോട് പറഞ്ഞ കാര്യങ്ങളുടെ സീരിയസ്നെസ് തനിക്ക് മനസ്സിലായി കാണുമല്ലോ. സാറ് ധൈര്യമായിട്ടിരിക്കെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നമുക്ക് ലക്ഷ്മി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചാലോ? തട്ടിക്കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? അയ്യോ, അപ്പൊ ലക്ഷ്മി കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നത് ഓപ്പറേഷൻ ചെയ്യാനാണോ? ഇതെങ്ങനെ വർക്കൗട്ട് ആവുമെന്ന്? ഓ, അതിപ്പോ നമ്മൾ ആലോചിച്ചൊരു വഴി കണ്ടുപിടിക്കണം. കിട്ടി. എന്താ? സാർ ഒരു കാര്യം ചെയ്യാം, നാളെ രാത്രി എല്ലാരും ഉറങ്ങി കഴിയുമ്പോ പാറമടയുടെ അവിടെ വന്ന് നിന്നാ മതി. ഞാൻ എങ്ങനെയെങ്കിലും ലക്ഷ്മി കുഞ്ഞിനെ കൊണ്ട് അവിടെ എത്തിക്കോളാം. പിന്നെ ഒരു നിമിഷം കളയാതെ രണ്ടുപേരും സ്ഥലം വിട്ടോളണം. ഇതൊക്കെ നടക്കോടോ? മനുഷ്യൻ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ സാറേ? ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച് എല്ലാരും കൂടി എന്നെ ഇട്ടിട്ട് പോയതാ. ഞാൻ വരെ നടന്നില്ലേ. വെറുതെ അല്ലടോ ദൈവം തന്നെ ഇങ്ങനെ ആക്കിയത്. ഒന്ന് നിവർന്ന് നടക്കാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ താൻ ഈ ലോകം തന്നെ മറച്ചു വെച്ചേനെ. വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ബൈക്കിലോ? ഞാൻ ആദ്യമായിട്ടാ ബൈക്കിൽ യാത്ര ചെയ്യുന്നേ. സാർ ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ ഇതും കൂടി കൂട്ടിയിട്ട് ആദ്യമായിട്ടാ. ഞാൻ വേണമെങ്കിൽ ഓണക്കടിച്ച് തരാട്ടോ. വേണ്ട, മൊരടനാ മൊരടൻ. നീ ഇനി ആരായിട്ടാ ചൂണ്ടയിടുന്നത്? നീ എന്താ ആശുപത്രി പോഞ്ഞേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. നാളെ ശമ്പവത്തിന്റെ കണ്ണിന്റെ കെട്ടഴിക്കുന്ന ദിവസാ. ഉറപ്പായിട്ടും കണ്ണിന് കാഴ്ച കിട്ടുമെന്നാണ് ഡോക്ടർ പറയട്ടെ. അതിനെന്തിനാ നീ നെടുവേർപ്പിടുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷക്കാ, പക്ഷേ ഇത്രയും പെട്ടെന്ന് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഒരു ഇത്. ഏത്? അല്ല, അവൾക്ക് കാഴ്ചയില്ലാണ്ടിരുന്നപ്പോ ഞാൻ കുറച്ച് സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് കാഴ്ച കിട്ടിക്കഴിയുമ്പോ സത്യങ്ങളൊക്കെ അസത്യമാവും. ചിലത് ചിലതാ. ആരോടും പറയണ്ട കേട്ടോ. ആ. ഞാൻ അവളുടെ മുമ്പില് എനിക്കൊരു 6 അടി പൊക്കോട്ടെന്നും വലിയ തല്ലാരാണെന്നൊക്കെ ഞാൻ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നേ. ചേട്ടാ ഭയങ്കര. അല്ല, അന്ന് ഇത്രയും പെട്ടെന്ന് കാഴ്ച കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചോ? പിന്നെ ആ പാവം പെണ്ണ് കണ്ണ് കാണാൻ പറ്റിയിരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ, അവള് നാളെ കണ്ണ് തുറക്കുമ്പോ ആദ്യം എന്നെ കാണണമെന്നാ പറഞ്ഞിരിക്കുന്നേ. എനിക്കതല്ല, കണ്ണ് തുറക്കുമ്പോ എന്നെ കണ്ട് ഞെട്ടി കാഴ്ച കിട്ടിയ കണ്ണിന്റെ ഫിലമെന്റ് അപ്പൊ തന്നെ അടിച്ചു പോകുന്ന എന്റെ പേടി. നിനക്കെന്താ ഭ്രാന്താ? അല്ല തോമേട്ടാ, കണ്ണില്ലെങ്കിലും കണ്ണുണ്ടായാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാ. ഇനി നാളെ അവളെന്നെ കണ്ടു കഴിയുമ്പോ. എടാ, ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറയുന്ന അവന്റെ രൂപത്തിലല്ല, മനസ്സിലാ. അങ്ങനെ നോക്കിയ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ നീയാടാ. ആ, എന്റെ ജീവിതം പ്രശ്നമല്ല. ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് കാഴ്ച കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവനാണ്ടാ നീ. നിന്നെ ദൈവം കാണാതിരിക്കോ? നീ നാളെ കുളിച്ച് കുട്ടപ്പനായ ആശുപത്രിയിലേക്ക്. കുട്ടപ്പന്റെ കൂടെ പോകാൻ എന്നെ കിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് തന്നെയാണ് പറഞ്ഞത്. ഓ, അതിരിക്കട്ടെ, നാളെ എത്ര കുളിയാ? സോപ്പൊക്കെ മേടിച്ചാ? ഒരു പേഴ്സിന് രണ്ടാ മാമു. ആ, 1 കിലോ സർഫും കൂടി മേടിക്കായിരുന്നു. അതിന് തോമേണ്ട എന്റെ കൂടെ കുളിക്കാൻ വരുന്നുണ്ടോ? ഡാ